എല്ലാവർക്കും CS ട്രാവൽ ബൈറ്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു ഇറാനിയൻ ടീയും മസ്ക ബണ്ണും. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പി തന്നെയായത്. കുട്ടികൾക്കൊക്കെയാണ് സ്വീറ്റ് ഡിഷ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണേ. അപ്പൊ നമുക്ക് സമയം കളയാതെ ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം. നമുക്കപ്പം മസ്ക ബണ്ണിന് ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 150 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ബട്ടറിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബട്ടർ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു 1/4 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതിനകത്തോട്ട്. ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസായി പോകും. അപ്പം നമ്മളൊരു 1/4 കപ്പ് ഒഴിച്ചിട്ട് ഇതിനെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബട്ടറും കണ്ടൻസ് മിൽക്കും കൂടെ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കറുവാപ്പട്ടയും ഏലക്കയും കൂടെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് വെനില എസൻസ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് വെനില എസൻസ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്യുക. ഇതിനെ നമ്മൾ ഇനി ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവുക. നമുക്ക് മസ്ക ബണ്ണിന് ആവശ്യമായിട്ടുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിനു വേണ്ടി ഒരു 1/2 കപ്പാണ് കണ്ടൻസ് മിൽക്ക് എടുത്തത്. നമ്മൾ പക്ഷേ ആദ്യം 1/4 കപ്പ് ചേർത്തു. പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടി നമ്മൾ പിന്നീട് ബാക്കി 1/4 കപ്പും കൂടെ നമ്മൾ യൂസ് ചെയ്തു. അപ്പം നമ്മൾ ടോട്ടൽ ഇതിനകത്ത് 1/2 കപ്പാണ് കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ക്രീമി ആകാനായിട്ട് എത്ര വേണോ അത്ര നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മളിത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. നമുക്കിനി മസ്ക ബണ്ണിൻ്റെ കൂടെ കുടിക്കാൻ ആവശ്യമായ ഇറാനിയൻ ടീ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ചായപ്പൊടി നമുക്ക് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാരയും അതുപോലെ തന്നെയാ നമ്മുടെ മധുരത്തിന്റെ ആവശ്യം അനുസരിച്ച് നമ്മൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവ, പിന്നെ 2 ഗ്രാമ്പൂ, ഒരു ഇച്ചിരി ഇഞ്ചി ചതച്ച് വെച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചത്, ഇതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഒന്ന് കവർ ചെയ്യുക. നന്നായിട്ട് നമ്മൾ കവർ ചെയ്യണം. ഒട്ടും പുറത്ത് ആവി പോകാത്ത പോലെ നന്നായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ അടപ്പിനെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇറാനിയൻ ടീ ഉണ്ടാക്കുന്നത് ദം ചെയ്തിട്ടാണ്, നന്നായിട്ട് സൈഡെല്ലാം കവർ ചെയ്ത് വെച്ചിട്ട്. നമ്മളിപ്പം അങ്ങനെ ചെയ്യാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് പുറത്തുള്ള ചെറിയൊരു ഹോളൊക്കെ ഉള്ളത് അടഞ്ഞങ്ങ് പോകും. നന്നായിട്ട് കവറായിട്ട് ഒട്ടും ആവി പുറത്ത് പോകാത്ത പോലെ നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മീഡിയം സിമ്മിൽ ഒരു 20 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ലോ സിമ്മിൽ നമ്മൾ വെച്ച് അങ്ങനെ ഒരു 30 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കണം. ഇതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു അടുപ്പിലേക്ക് ഒരു 1/2 ലിറ്റർ ഫുൾ ക്രീം പാൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. അതൊന്ന് ഹാഫ് ആക്കി എടുക്കണം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. പാലിപ്പം നന്നായിട്ട് തിളച്ച് പകുതിയോളം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണ്. അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് കണ്ടൻസ് മിൽക്കിന് പകരം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ
പഞ്ചസാര ഇട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചായയിലേക്ക് നമുക്കിതിനി ചേർത്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചായയിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത മിൽക്ക് പറ്റിച്ചെടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇറാനിയൻ ടീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം വെച്ചിട്ട് മസ്ക ബണ്ണ് റെഡിയാക്കാം. നമ്മൾ മസ്ക ബണ്ണിന് ആവശ്യമായിട്ടുള്ള ഒരു 4 ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ടൈപ്പ് ബണ്ണ് നമുക്ക് ആവശ്യമുള്ളത് മേടിച്ച് നമുക്കിതിന് യൂസ് ചെയ്യാം. നമുക്ക് വീട്ടിലുണ്ടാക്കണേ വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ബണ്ണ് എടുത്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മളൊന്ന് നടുവേ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഹാഫ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിലോട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്യാൻ പോവുക. നമ്മളിത് ബണ്ണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 2 സൈഡിലും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നന്നായിട്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നന്നായിട്ട് ഇതിൻ്റെ സൈഡിൽ ക്രീം പുരട്ടി കൊടുക്കുക. ഒരെണ്ണത്തിനകത്ത് നമ്മളിപ്പം പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതിനകത്തും അതുപോലെ തന്നെ നമ്മൾ പുരട്ടി കൊടുക്കുക. അത്യാവശ്യം എല്ലാ സൈഡിലും കവർ ചെയ്യുന്ന പോലെ നമ്മളിതൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മളിത് 2 സൈഡിലും തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിതിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത സൈഡിലും കൂടി ഇത് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മളിനി ഇപ്പം ഒരു മസ്ക ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രീം ചേർത്ത് 4 മസ്ക ബണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനിയൻ ടീയും മസ്ക ബണ്ണും റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം.